നമ്മൾ പച്ചരിയും നന്നായി വെള്ളത്തിൽ ഇടുക. എന്നിട്ട് കുതിർന്നതിന് ശേഷം കുറച്ച് ചോറ് കൂട്ടി മിക്സിയിൽ അരക്കുക. എന്നിട്ട് ഇതാ ഈ പരിഭവം വരെ അരക്കുക. എന്നിട്ട് മാവിൻ്റെ ലെവൽ ഇതാ ഇങ്ങനെ ദോശമാവിൻ്റെ ഒക്കെ പോലെ കുറച്ച് ടൈറ്റ് ആയിരിക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെക്കുക. നമുക്ക് തേങ്ങ അരക്കുന്നതിന് പകരമാണ് അങ്ങനെ വരുന്നത്. പിന്നെ നമ്മൾ ഓട്ടടച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം തീ കണ്ടില്ലേ ഒരു പാകത്തിന് കത്തിക്കുക. പാകത്തിന് കത്തിന് ശേഷം ചട്ടി നല്ല ചൂടാവും. ചൂടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട, മാവ് ഇതാ ഒരു കയ്യിൽ ഇത്രയും എടുക്കുക. എന്നിട്ട് ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒറ്റ കയ്യിലേ വേണ്ടോ. പിന്നെ നന്നായി മൂടി വെക്കുക. നല്ല അടച്ചുറപ്പുള്ള മൂടിയാണ് മൂടി വെക്കുക. പിന്നെ ക്ലോക്കിൽ നമുക്ക് 2 മിനിറ്റ് കറക്റ്റ് ആകുമ്പോൾ, ഇപ്പോൾ ഇതാ 7 മണിക്ക് 9ൻ്റെ അടുത്ത് നിന്ന് ക്ലോക്ക് അനങ്ങാൻ തുടങ്ങി. അങ്ങനെ ഒരു റൗണ്ട് കറങ്ങി വീണ്ടും ഇവിടെ എത്തുമ്പോൾ 6ൻ്റെ അടുത്ത് എത്തുമ്പോൾ മീൻസ് 1.25 മിനിറ്റ് മതി. അപ്പോൾ ഇത് നല്ല പൊങ്ങും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതെടുക്കാം. ഇപ്പം 1.25 മിനിറ്റ് ആവുന്നേ ഉള്ളൂ. 6ൻ്റെ അടുത്ത് എത്തട്ടെ സെക്കൻഡ് സൂചി, അപ്പം നമുക്കെടുക്കാം. ഇത് ഏകദേശം ആയിട്ടോ. ഇനി നമുക്ക് എടുത്ത് നോക്കാം. ഇതുണ്ടോ ഓട്ടട നന്നായിട്ട് പൊങ്ങിയിരിക്കുന്നത്, നല്ല സൂപ്പറായിട്ട്. ഇനി നമുക്ക് ചട്ടം കൊണ്ട് അത് ഇളക്കി നോക്കാം. ഞാൻ ഇളക്കിയിട്ട് കാണിച്ചു തരാം. ഇതുണ്ടോ നന്നായി പൊങ്ങിയിരിക്കുന്നുണ്ടോ. ഈ ഒരു പരിഭവം ആവുന്നവരെ നമുക്ക് ടൈം പറഞ്ഞത് 1.25 മിനിറ്റ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഏത് കറീൻ്റെ കൂടെ വേണം കഴിക്കാം. അങ്ങനെയാണ് നമ്മൾ പണ്ടത്തെ സ്റ്റൈൽ ഓട്ടട ചുടുന്നത്.